നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി നവവധുവിന് ദാരുണാന്ത്യം. കാൽനട യാത്രക്കാരി പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളി വേർക്കോലി സ്വദേശി നൌഷിജയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 10:30യോടെയാണ് കവടിയാർ കുറവൻകോണം റോഡിൽ സംഭവം നടന്നത്. അപകടത്തിൽ നൌഷിജയുടെ ഭർത്താവ് ആഷിഖ് സാനു, ബന്ധുവായ പാലക്കാട് സ്വദേശി അസ്മ, കാൽനട യാത്രക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളി അലി അക്ബർ, എതിരെ വന്ന കാറിന്റെ ഡ്രൈവറായ കായംകുളം സ്വദേശി നിതീഷ്, യാത്രക്കാരനായ സുനിൽകുമാർ എന്നിവർക്ക് പരിക്കേറ്റു. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തെ തുടർന്ന് തന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതാണ് വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റാൻ കാരണമെന്ന് കാറിന്റെ ഡ്രൈവർ കുറവൻകോണം സീസൺ സമ്മർ ബ്ലിസ് ഫ്ളാറ്റിൽ താമസിക്കുന്ന മോഹൻ തോമസ് പോലീസിന് മൊഴി നൽകി. അപകടത്തിൽ പരിക്കേറ്റ നൌഷിജയെ ആശുപത്രിയിൽ എത്തിച്ചത് അതുവഴി വന്ന BJP നേതാവും തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ട് സ്ഥാനാർത്ഥിയുമായിരുന്ന സന്ദീപ് വചസ്പതിയുടെ വാഹനത്തിൽ. അനിയന്റെ വീട്ടിലേക്ക് പോകാനായി സൺഹോംസ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കാറിലിരിക്കുമ്പോഴാണ് അപകടം അറിഞ്ഞത്. ഉടൻ സന്ദീപ് അപകട സ്ഥലത്തേക്ക് നടന്നു. ഈ സമയം പെൺകുട്ടി ഉൾപ്പെടെ പരിക്കേറ്റവർ റോഡിൽ കിടക്കുകയായിരുന്നു. പോലീസ് എത്തിയിരുന്നില്ല. അപകടം നടന്ന് 15 മിനിറ്റിലകം കഴിഞ്ഞിരുന്നു. പരിക്കേറ്റവരെ തന്റെ കാറിലേക്ക് കയറ്റാൻ സന്ദീപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നൌഷിജയെ കാറിൽ കയറ്റി വളരെ വേഗത്തിൽ പെൺകുട്ടിയെ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫെബ്രുവരിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ ഗൺമാൻ നൽകിയ മൊഴി തിരുത്തിയെന്ന് ആരോപണം. മാരകായുധം കൊണ്ട് ആക്രമിച്ചു എന്ന മൊഴി തിരുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇടപെട്ടാണെന്ന് വീണയുടെ അടുത്ത ബന്ധു ആരോപിച്ചു. വീണയ്ക്കെതിരെ ഈ നേതാവിന്റെ ഇതുപോലെയുള്ള ഇടപെടലുകൾ ശക്തമാകുന്നതിനാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടതെന്നും പേര് പുറത്തു പറയരുതെന്ന നിബന്ധനയോടെ ബന്ധു ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. എറണാകുളം നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺസുഹൃത്തിനൊപ്പം എത്തിയ യുവതിയെ കത്തിമുനയിൽ നിർത്തി പീഡിപ്പിച്ച കേസിൽ 3ാം പ്രതിയും പിടിയിൽ. അരൂർ കാട്ടിത്തറ വീട്ടിൽ സഞ്ജയ് ഉല്ലാസാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സഞ്ജയ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് തങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് എത്തിയപ്പോൾ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. വധശ്രമം, നിരവധി അടിപിടി സംഭവങ്ങളിലടക്കം അരൂർ സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. UDF സർക്കാർ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ കണക്കെടുക്കുന്നു. ഇതിനായി ഇന്നു മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരും. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ETM മെഷീനിൽ കണ്ടക്ടർമാർ രേഖപ്പെടുത്തണം. ഇതിനുള്ള സോഫ്റ്റ്വെയർ മാറ്റം മെഷീനിൽ വരുത്തി. പ്രതിദിനം KSRTCയെ ആശ്രയിക്കുന്നത് 29 ലക്ഷം യാത്രക്കാരാണെന്നാണ് കണക്ക്. ഇതിൽ 18 ലക്ഷത്തോളം വനിതകളാണ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും മഴ തുടരുമെന്നാണ് വിലയിരുത്തൽ. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 12 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 1 വർഷത്തിലേറെ വിപണിയിൽ തിളച്ചുമറിഞ്ഞ വെളിച്ചെണ്ണ വില കുത്തനെ ഇടിഞ്ഞു. വിവിധ ബ്രാൻഡുകളിലെ വെളിച്ചെണ്ണ കിലോഗ്രാമിന് 210 മുതൽ 260 രൂപ വരെയാണ് താഴ്ന്നത്. 2025 ജൂലൈയിൽ 550 രൂപ വരെ ഉയർന്ന വെളിച്ചെണ്ണ വിലയിൽ കഴിഞ്ഞ മാസമാണ് ഇടിവ് തുടങ്ങിയത്. ഏപ്രിൽ അവസാനത്തിൽ വെളിച്ചെണ്ണ കിലോയ്ക്ക് 260 രൂപ വരെയായി കുറഞ്ഞു. 529 രൂപ വരെ വർദ്ധിച്ച കേര വെളിച്ചെണ്ണയ്ക്ക് 325 രൂപയാണ് ഇപ്പോൾ വില. വില കുറഞ്ഞിട്ടും കേരളത്തിൽ ഭൂമി വിൽപ്പന നടക്കുന്നില്ല. അടുത്ത കാലത്ത് വരെ സംസ്ഥാനത്ത് ഭൂമി ഇടപാടുകൾ കൂടുതലായിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. വില കുറച്ചു വിൽക്കാൻ തയ്യാറായാൽ പോലും ഭൂമി വിൽപ്പന എളുപ്പത്തിൽ നടക്കുന്നില്ല എന്നതാണ് അവസ്ഥ. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ പോലും ഭൂമി വിൽപ്പന കുത്തനെ താഴേക്ക് പോയിട്ടുണ്ട്. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ ലോട്ടറി KR 753 ഫലം ഇന്ന്. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. 1ാം സമ്മാനം 1 കോടി രൂപയാണ്. 2ാം സമ്മാനം 25 ലക്ഷം രൂപയും 3ാം സമ്മാനം 10 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. 50 രൂപയാണ് ഭാഗ്യക്കുറിയുടെ വില. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലായിരുന്ന 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അനിയത്തിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 51 വർഷം കഠിന തടവും 1,19,000 രൂപ പിഴയും വിധിച്ചു കോടതി.
പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരം കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് മാങ്ങാട്ടിടം കണ്ടംകുന്ന് ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി MT ജലജ റാണി ശിക്ഷിച്ചത്. 2ാം പ്രതിയും ശശികുമാറിന്റെ ഭാര്യയുമായ PR രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പിഴയായി ലഭിക്കുന്ന തുക പീഡനത്തിനെതിരായ പെൺകുട്ടിക്ക് നൽകണമെന്ന് ലീഗൽ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് പൊതുവിപണിയിൽ നിന്ന് ഈ വർഷം ഡിസംബർ വരെ 23,000 കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. ഇതിൽ 2,800 കോടി പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി വരുന്ന ചൊവ്വാഴ്ച തന്നെ കടമെടുക്കുന്നുണ്ട്. ഈ മാസം ക്ഷേമ പെൻഷൻ, ശമ്പളം, പെൻഷൻ എന്നിവ നൽകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഇത്. അതിരൂക്ഷമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി പുതിയ സർക്കാരിന് ആദ്യ മാസങ്ങളിൽ തന്നെ കടുത്ത വെല്ലുവിളിയാകും. വ്യക്തികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഉത്തരവിടാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന് അധികാരമില്ലെന്ന് ഹൈക്കോടതി. വിവിധ മേഖലകളിൽ ന്യൂനപക്ഷ ശാക്തീകരണത്തിന് നടപടിയെടുക്കാമെന്നത് മാത്രമാണ് കമ്മീഷന് ചെയ്യാൻ കഴിയുന്നത്. സിവിൽ കോടതിയുടെ അധികാരത്തിൽ കൈകടത്താൻ കമ്മീഷന് കഴിയില്ല. വ്യക്തികളെ കുടിയിറക്കാനുള്ള അധികാരം സംബന്ധിച്ച് നിയമത്തിൽ പറയുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, ഉന്നമനം, ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ന്യൂനപക്ഷ കമ്മീഷനെ നിയമിച്ചത്. ന്യൂനപക്ഷ കമ്മീഷൻ പുറപ്പെടുവിച്ച കുടിയിറക്കൽ ഉത്തരവിനെതിരെ മലപ്പുറം സ്വദേശി മൊയ്തീൻകുട്ടി നൽകിയ ഹർജി പരിഗണിച്ച കോടതി ഈ ഉത്തരവ് റദ്ദാക്കി. രജിസ്ട്രേഷൻ നടത്തിയിട്ടും സ്ഥലം ഒഴിഞ്ഞു നൽകുന്നില്ലെന്ന് ആരോപിച്ച് മലപ്പുറം സ്വദേശി അബ്ദുൾ സലാം നൽകിയ പരാതിയിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെട്ടത്. നെടുങ്കണ്ടത്ത് അമ്മയും സഹോദരനെയും കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ സജിയുടെ വീട്ടിൽ മണ്ണുമാറ്റി നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും അസ്ഥിയും ജീർണിച്ച വസ്ത്രങ്ങളും കണ്ടെത്തി. 8 വർഷം മുമ്പ് കാണാതായ പിതാവ് മാത്യുവിനെ സജി കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. നേരത്തെ തൊഴുത്തിരുന്ന ഭാഗത്തു നിന്ന് ലഭിച്ച അസ്ഥിയായതിനാൽ പശുവിൻ്റേതാണോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇന്നലെ വൈകിട്ട് 3-ന് തോട്ടുവാക്കടയിലെ വീട്ടിലെത്തിയ പോലീസ് വിറകുപുരയോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തി. 5 അടിയോളം കുഴിച്ചപ്പോഴാണ് അസ്ഥിയുടെ കഷ്ണവും വസ്ത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. പാസ്റ്ററായിരുന്ന മാത്യുവിനെ 2018 മെയ് 5 മുതലാണ് കാണാതായത്. സുവിശേഷ വേലയ്ക്കായി മാറി നിന്നതാകാമെന്നും മകൾ സിനിയുടെ വീട്ടിലാകാമെന്നും ആദ്യം കരുതി. അതുകൊണ്ട് തന്നെ പോലീസിൽ വിവരം അറിയിച്ചില്ല. മെയ് 9-ന് സജിയുടെ സഹോദരൻ റെജി പരാതി നൽകിയിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകൾ ജിജിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് മാത്യു വീട് വിട്ടിറങ്ങിയെന്നാണ് FIR-ലെ വിവരം. CPIM തോറ്റതോടെ ആശങ്കയിലാണെന്ന് പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TCV നന്ദകുമാറിന്റെ കുടുംബം. എല്ലാ പാർട്ടി നോക്കുമെന്നാണ് കരുതിയതെന്നും എന്നാൽ ഇപ്പോൾ ഭയമുണ്ടെന്നും നന്ദകുമാറിന്റെ ഭാര്യ ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. 20 വർഷത്തേക്കാണ് നന്ദകുമാറിനെ ശിക്ഷിച്ചത്. ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. ഹോട്ടലുകളിൽ ഭക്ഷണവില കുതിച്ചുയരുന്നു. വില കൂടുന്നത് LPG വില കൂട്ടിയതുകൊണ്ടെന്ന് ഹോട്ടൽ ഉടമകൾ. ചായയ്ക്ക് 4 രൂപയും ഊണിന് 30 രൂപയും കൂട്ടി. ചിക്കൻ, മീൻ വിഭവങ്ങൾക്കും വില കൂട്ടി. വൻ ഭൂരിപക്ഷത്തിന് മമതയും തൃണമൂലിനെയും പരാജയപ്പെടുത്തിയ BJPയുടെ ബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി. അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും. ഇന്നലെ കൊൽക്കത്തയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാരുടെ യോഗത്തിൽ സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അമിത് ഷായാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഇന്ന് രാവിലെ 11-ന് കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും ഭരണമാറ്റം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ആടിയുലഞ്ഞ് ഇന്ത്യ സഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ നടൻ വിജയുടെ TVKയ്ക്കൊപ്പം പോകാൻ ഏകപക്ഷീയമായി തീരുമാനിച്ച കോൺഗ്രസിന്റെ കൂടെ ഇനി ഇരിക്കില്ലെന്ന് DMK വ്യക്തമാക്കിയതോടെ ആം ആദ്മി പാർട്ടിക്ക് പിന്നാലെ DMKയും സഖ്യത്തിന് പുറത്തേക്കെന്ന് ഉറപ്പായി. ലോക്സഭയിൽ 22 അംഗങ്ങളുള്ള DMK ഇന്ത്യ സഖ്യത്തിലെ നിർണായക ഘടകകക്ഷിയായിരുന്നു. പശ്ചിമ ബംഗാളിലേറ്റ കനത്ത തോൽവിയോടെ രാഷ്ട്രീയമായി ദുർബലമായ തൃണമൂൽ കോൺഗ്രസ് തൽക്കാലം സഖ്യം വിടില്ലെന്നത് കോൺഗ്രസിന് ആശ്വാസമാണ്. 29 അംഗങ്ങളാണ് തൃണമൂലിന് ലോക്സഭയിൽ. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയെ നേരിൽ കണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൃണമൂലിനും DMKയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നിലയിൽ പുതിയൊരു കുറുമുന്നണിക്കുള്ള സൂചനയായി. നാസിക് TCSലെ മതംമാറ്റ ശ്രമങ്ങളിലെ മുഖ്യ തലച്ചോറാണ് നിദ ഖാൻ എന്ന് പ്രോസിക്യൂഷൻ. കഴിഞ്ഞ ദിവസം ഛത്രപതി സംഭാജി നഗറിൽ നിന്ന് പിടിയിലായ നിദയെ ഇന്നലെ നാസിക്കിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇത് അറിയിച്ചത്. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് കോടതി നിദയെ 11 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല.
സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 118 പേരുടെ ഭൂരിപക്ഷം തെളിയിക്കാനാവാത്തതിനാലാണ് വിജയുടെ മുഖ്യമന്ത്രി മോഹം പൂവണിയാതെ നീളുന്നത്. എങ്ങനെയും ആ മാന്ത്രിക സംഖ്യയിലെത്താൻ വിജയുടെ പാർട്ടിയായ TVK കഷ്ടപ്പെടുമ്പോൾ വിജയെ തടയിടാനുള്ള പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് AMMKയുടെ നേതാവായ TTV ദിനകരൻ. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവകാശപ്പെട്ട് അദ്ദേഹം ലോക് ഭവനിലെത്തി ഗവർണർക്ക് കത്ത് നൽകി. മെയ് 10 പ്രധാനമന്ത്രി മോദി തെലങ്കാന സന്ദർശിക്കും. ഈ സമയത്ത് അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം BJPയുടെ അടുത്ത ലക്ഷ്യം തെലങ്കാനയെന്ന് മുതിർന്ന BJP നേതാവും പാർലമെന്റ് അംഗവുമായ DK അരുണ. സംസ്ഥാനത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടി സജീവമായി തയ്യാറെടുക്കുകയാണെന്നും അവർ അവകാശപ്പെട്ടു. തമിഴ്നാട്ടിൽ അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം AMMK തമിഴ് വെട്രി കഴകത്തിനെതിരെ TVK പോലീസിൽ പരാതി നൽകി. AMMKയുടെ ഏക MLA കാമരാജ് എസിന്റെ പിന്തുണ വ്യാജമായി കാണിക്കുന്നതിനായി വിജയുടെ പാർട്ടി വ്യാജക്കത്ത് പ്രചരിപ്പിച്ചതായി AMMK പരാതിയിൽ ആരോപിച്ചു. പാർട്ടിക്കുള്ള പിന്തുണ കത്ത് കാമരാജ് തയ്യാറാക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ വൈകുന്നേരം TVK പുറത്തുവിട്ടതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറത്തപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു. സെറ്റിൽമെന്റുകൾക്കായുള്ള കാത്തിരിപ്പ് ആഴ്ചകളിൽ നിന്ന് നിമിഷങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. EPFO 3.0 IT പരിഷ്കരണത്തിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന UPI ATM പിൻവലിക്കൽ സവിശേഷതകൾ മെയ് അവസാനത്തോടെ പുറത്തിറങ്ങുമെന്ന് തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പറക്കൻ തളികകളെപ്പറ്റിയും വിശദീകരിക്കാനാകാത്ത ആകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ള അമേരിക്കയുടെ ക്ലാസിഫൈഡ് ഫയലുകൾ പുറത്തുവിട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫയലുകൾ പുറത്തുവിട്ടത്. അന്യഗ്രഹ ജീവികളെയും പേടകങ്ങളെയും പറ്റി കാലങ്ങളായി നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിടാനും വിഷയത്തിൽ സുതാര്യത കൊണ്ടുവരാനുമാണ് നീക്കമെന്ന് ട്രംപ് വ്യക്തമാക്കി. 1947 ജൂലൈയിൽ ന്യൂ മെക്സിക്കോയിലെ റോസെല്ലയിൽ തകർന്നു വീണ പറക്കും തളികയെന്ന് കരുതപ്പെടുന്ന വസ്തു ഏരിയ 51-ൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ സർക്കാരിന്റെ കൈവശം മനുഷ്യനിർമ്മിതമല്ലാത്ത നിരവധി പേടകങ്ങളുണ്ടെന്ന് 2023-ൽ മുൻ US ഇന്റലിജൻസ് ഓഫീസറായ ഡേവിഡ് ഗ്രഷ് അമേരിക്കൻ കോൺഗ്രസിനു മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. തകർന്നു വീണ പേടകങ്ങളിൽ നിന്നും മനുഷ്യൻ്റേതല്ലാത്ത ജൈവാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും ഈ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും ഗ്രഷ് ആരോപിച്ചിരുന്നു. അന്യഗ്രഹ ജീവികളെയും പറക്കും തളികകളെയും കുറിച്ചുള്ള രഹസ്യമാക്കി വെച്ചിരുന്ന ഫയലുകളിൽ രസകരമായ പലതുമുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അമേരിക്കയുടെ കൈവശമുള്ള പറക്കും തളിക ഫയലുകൾ പുറത്തു വരുന്നതോടെ പല UFO അഭ്യൂഹങ്ങൾക്കും വിരാമമായേക്കാം. അമേരിക്കയുടെ 14 സമാധാന പദ്ധതിയുടെ പരിശോധന തുടരുന്നുവെന്ന് ഇറാൻ. അമേരിക്കയുടെ സമാധാന നിർദ്ദേശത്തിന്മേൽ ഇറാന്റെ പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇറാൻ ഒരിക്കലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും നയതന്ത്ര പരിഹാരത്തിനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അമേരിക്ക എപ്പോഴും സൈനിക മാർഗത്തിലേക്ക് തിരിയുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.